ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്നൊരു വ്ളോഗാണ് കാണിക്കണത്. ഞങ്ങളുടെ ഒരു ചെറിയൊരു ട്രിപ്പാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ലേഡീസ് ആദ്യമായിട്ട് ഒരു ലേഡീസ് ട്രിപ്പ് പോയതാണ്. മക്കളൊക്കെ ആയിട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷേ അപ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലത്തോളമായിട്ടോ നമ്മൾ ഈ ഒരു കന്യാകുമാരി ട്രിപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പോവാം. അപ്പോൾ അപ്പോൾ അതിന് ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിനാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 5:45 ഞങ്ങളെ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടക്കം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല തിരക്കായിരുന്നു. 3 മണി നേരത്ത് ഒരുങ്ങാനും റെഡി ആവാനൊക്കെ ഉള്ളതായിട്ടുള്ള നേരം വൈകിട്ട് അപ്പോൾ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ വണ്ടി കയറിയതിന് ശേഷമാണ് ഞങ്ങൾ ഫ്രണ്ട് പറഞ്ഞത് ട്രെയിൻ 2 മണിക്കൂർ ലേറ്റാന്നുള്ള കാര്യം. ഇന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റായിട്ട് റെഡി ആയിരുന്നുള്ളൂ. അപ്പോൾ അതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് റെഡിയായിട്ട് ഇവിടെ എത്തി. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടൈം ആയപ്പോൾ നമ്മൾ ഞാൻ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. ഞാനും സമിത ഇഡ്ഡലി വാങ്ങിച്ച്, പിന്നെ മറ്റേ നമിത ഇടിയപ്പമാണ് വാങ്ങിച്ചത്. ഇടിയപ്പം ഗ്രീൻ പീസ് കറി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം ടൈം നമുക്ക്. പിന്നെ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്തത് നമ്മൾ അത്യാവശ്യം റീൽസൊക്കെ എടുത്ത് അങ്ങനെ ടൈമൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്ത് അവിടെ ടൈം പോയതേ അറിഞ്ഞില്ല. പറ്റാവുന്നിടത്തോളം റീൽസൊക്കെ എടുത്ത് പിന്നെ വെറുതെ അവിടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ടൈമൊക്കെ ഇങ്ങനെ കുറേ പോയി കണ്ട. ഇവിടെ ഒന്നും ആരൊന്നുമില്ല. അപ്പോൾ ഇവിടെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ. എന്തായാലും നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ ഒരുപാട് നേരം വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ റീൽസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ടൈം കുറേ പോയി. പിന്നെ അവിടെ AC വെയിറ്റിംഗ് റൂമുണ്ട്. അപ്പോൾ അവിടെ 30 രൂപയാണ് മണിക്കൂറിന്. നമ്മൾ അവിടെ പുറത്ത് തന്നെയാണ് ഇരുന്നത്. പിന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ബാത്റൂമിൽ അപ്പോൾ അതിന് ക്യാഷ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വീണ്ടും പുറത്ത് വന്ന് ഒരു 8 മണിക്ക് ശേഷമാണ് നമ്മൾ ട്രെയിന് എൻ്റെ ടൈം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ വേഗം ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ 5:45 ട്രെയിന് നമ്മൾ ഇവിടുന്ന് 8 മണിക്ക് ശേഷമാണ് നമ്മൾ പിന്നെ പുറപ്പെട്ടത്. എനിക്കാണെങ്കിൽ വീഡിയോയുടെ ഇൻട്രോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ ടൈം ഇല്ലല്ലോ, അതുകൊണ്ട് രാവിലെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പോണ വഴിക്ക് അവിടുത്തെ ഓരോ കാഴ്ചകൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അതിൻ്റെ അകത്തും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ 2 പേരുണ്ടായിരുന്നു, ഒരു സൈഡിൽ 2 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവർ ഒരുവിധം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങി. പിന്നെ അവിടെയൊക്കെ ഫ്രീ ആയി, തിരുവനന്തപുരം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഇതിലൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ഫ്രീ ആയി. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. നമ്മുടെ കൊച്ചി എയർപോർട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ചില ഏരിയയിൽ ഞാൻ അവിടുത്തെ സൗണ്ടൊന്നും ഇടാത്തത് ട്രെയിനിൽ ഒരു പാട്ടൊക്കെ വെച്ചപ്പോൾ പിന്നെ ഇനി അതിന് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൗണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ട്രെയിനിൽ കുട്ടികളൊക്കെ പാട്ട് വെച്ചിട്ട് പിന്നെ എന്തൊക്കെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതൊക്കെ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ടത്. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർ ഇറങ്ങി. അപ്പോൾ അവിടെ ഇവർ രണ്ടാളിരുന്ന് ആ സൈഡിൽ. ഇപ്പോൾ ഈ ഒരു സൈഡിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ഇതിൽ. അപ്പോൾ ഒരു സൈഡ് കാലിയായിട്ടുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങണ വരെ ആരും വന്നിട്ടില്ല. കന്യാകുമാരി എത്തണ വരെ ആരും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ നമുക്കവിടെ ഫ്രീ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ 2:45 എത്തേണ്ടതാണ്. ഓൾറെഡി ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ടൈമിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഏകദേശം കൂടുതൽ സമയം നമ്മൾ ട്രെയിനിൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. പുറത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില അങ്ങനത്തെ ഏരിയകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തതാണ്. ഞാൻ കൊച്ചി മെട്രോയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്ത കാലത്തൊന്നും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല.
ചെറുപ്പത്തിലൊക്കെ കുറേ കാലം മുന്നേ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ട്രെയിനിൽ പോയിട്ടില്ല. അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം പോണതാണല്ലോ. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മഴ കിട്ടിയിട്ടാണ് നമുക്ക്. അതുമാത്രമല്ല ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ എൻജിൻ കംപ്ലൈൻ്റ് ആയി കുറേ നേരം അവിടെ അങ്ങനെ നിർത്തിയിടുകയും ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നത്. കുളിട്ടുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ എൻജിൻ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ മൊത്തത്തിൽ ടൈമിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട. നമ്മൾ 2:45 എത്തേണ്ട ഞങ്ങൾ ഏകദേശം 6:30 കൂടെയാണ് നമ്മൾ കന്യാകുമാരി എത്തിയത്. പിന്നെ ലേറ്റ് ആയപ്പോൾ പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങി. വെറുതെ ടൈമൊക്കെ പോകണ്ടേ, അപ്പോൾ ഡാൻസും പരിപാടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം ഇതാക്കി കളയണ്ടേ. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് പിന്നെ കുറേ പാട്ട് വെച്ച് റീൽസ് എടുത്ത് അങ്ങനെ ട്രെയിനിലൊക്കെ നമ്മൾ നമുക്ക് ബോറടി ഒന്നും ഉണ്ടായില്ല. നമ്മൾ നല്ലോണം ടൈം അങ്ങനെ സംസാരിച്ചിരുന്നിട്ടും റീൽസായിട്ടും പിന്നെ ഡാൻസ് കളിച്ചിട്ടും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ടൈം അങ്ങനെ നല്ല രീതിക്ക് തന്നെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഞങ്ങൾ ഒരു സ്റ്റേഷൻ മുന്നേ നമ്മളൊന്ന് ഇറങ്ങാനും തയ്യാറെടുത്തതാണ്. ഞാൻ ഈ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയതായിരുന്നു. പക്ഷേ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നിന്ന് എത്തി. നമ്മൾ അങ്ങനെ ഒരു 6:25 കൂടെ നമ്മളവിടെ എത്തി. അപ്പോൾ നമുക്ക് സൺസെറ്റ് നമ്മൾ ട്രെയിനിൽ ഇരുന്നിട്ട് കാണേണ്ടി വന്നതെന്ന് മാത്രം. നമുക്കത് ഇറങ്ങിയിട്ട് കാണാൻ പറ്റിയില്ല, കാരണം നമ്മൾ ടൈം ഒരിത്തിരി ലേറ്റ് ആയല്ലോ. പിന്നെ നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ എൻഡ് ഇതാ ഇവിടെ കാണുന്നു. സ്റ്റോപ്പ് എഴുതിയിട്ട് കന്യാകുമാരി സ്റ്റോപ്പ് അവിടെ ഇതാ കാണുന്നു കേട്ടോ. ടൈം ഇപ്പോൾ 6:26 ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിലാണ് അവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. ഇതാ അവിടുന്ന് പുറത്ത് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ സൂര്യാസ്തമയം സൂര്യോദയമൊക്കെ നല്ല കാണാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഏരിയ ആ ഭാഗത്തുള്ള റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് റൂമിൽ നിന്ന് തന്നെ സൺറൈസും സൺസെറ്റും ഒക്കെ കാണാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ഏരിയ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. വിവേകാനന്ദപ്പാറയെല്ലാം അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അത്യാവശ്യം ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ വിവേകാനന്ദപ്പാറ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇന്ന് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും ബാത്റൂമൊക്കെയാണ് കാണിച്ചത്. പിന്നെ നമ്മൾ ഇരുട്ടായതോടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പുറത്തൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചല്ലാണ്. വിവേകാനന്ദപ്പാറയുടെ ടൈം 4 മണി, ആ ഭാഗത്തേക്കൊക്കെ 4 മണി വരെയാണ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എത്തുമ്പോൾ എന്തായാലും 6:30 കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അത് നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് നടന്ന് കാണാം. ഇവിടുത്തെ പുറത്ത് കൂടെ ഒക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നമ്മുടെ അടുത്ത ഏരിയയിൽ കിട്ടാം. വണ്ടിയിലൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നടന്ന് പോവാനുള്ള ദൂരത്തൊക്കെ നമ്മളൊന്ന് പോയി കറങ്ങിയടിച്ച് അത്യാവശ്യം വാങ്ങിക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് പോരാൻ വിചാരിച്ചു. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് കന്യാകുമാരിയിലത്തെ മാഗ്നറ്റാണ്. അതാണ് നമ്മളെവിടെ പോയാലും ഇപ്പോൾ ആ ഒരു സംഭവം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരിയുടെ മാഗ്നറ്റ് 2-3 ഞാൻ വാങ്ങിച്ച്. ഇവിടെ കൂടുതലും ശംഖ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ വിവേകാനന്ദപ്പാറയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആ ഏരിയയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ കുറച്ച് നടന്നപ്പോൾ ആ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ആ സ്റ്റോണും അവിടെയൊക്കെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാൻ ചോദിച്ചിട്ട് നമ്മൾ ആ റൂട്ടൊക്കെ ഒന്ന് പോയതാണ്. ഇതാ ഇവിടെ കണ്ടില്ല, നല്ല ലൈറ്റിങ്ങൊക്കെ ആയിട്ട് നല്ലതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് പോരാൻ ചേച്ചി. പിന്നെ ഇവിടെ ശംഖിൻ്റെ കുറേ ഐറ്റംസുകളാണ് ഇവിടെ ഷോപ്പുകളിലൊക്കെ കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ കണ്ട് ഷോപ്പുകളിൽ. പിന്നെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചത് നമ്മൾ ശരവണയിലാണ്, ഹോട്ടൽ ശരവണ ഉണ്ടായിരുന്നു. അപ്പോൾ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ട് കുറച്ച് ഞാനൊരു ഗീ റോസ്റ്റ് കഴിച്ച്, പിന്നെ ഒരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്, ഊത്തപ്പ, അങ്ങനത്തെ 1-2 സാധനങ്ങളും കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. കണ്ട അവിടെ ഒക്കെ ശംഖിൻ്റെ ഐറ്റംസുകൾ, ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസുകൾ. പിന്നെ ബാഗുകളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. ബാഗൊക്കെ അങ്ങനത്തെ അതൊന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെ കുട്ടികൾക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ, കുട്ടികൾക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കുട്ടികളായതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കുറേ വള, മാല, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതും ശംഖിൻ്റെയും പിന്നെ മുത്തുകൾ വെച്ചിട്ടുള്ളതും അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ഡേയിലുള്ള നമ്മുടെ വിശേഷങ്ങൾ. കൂടുതൽ കറങ്ങിയടിക്കാനൊന്നും അന്നത്തെ ദിവസം പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കറക്കത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.